ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന കെ മുരളീധരന്റെ വെളിപ്പെടുത്തലിൽ നേതാക്കൾക്ക് അതൃപ്തി. കെ മുരളീധരന്റെ പ്രസ്താവന അനവസരത്തിലാണെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. അനാവശ്യ പ്രസ്താവനകളിലൂടെ മുരളീധരൻ വിവാദം ഉണ്ടാക്കുകയാണ് എന്നും വിമർശനമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ മുരളീധരൻ നടത്തിയ പ്രസ്താവനകളും അനാവശ്യമായിരുന്നുവെന്ന് നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കെ മുരളീധരൻ 14 വിവാദ പ്രസ്താവനകൾ നടത്തി. കെ മുരളീധരൻ സ്വയം നിയന്ത്രിക്കണമെന്നും നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി കെ മുരളീധരൻ രംഗത്തെത്തിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചു. 2019 മുതൽ ജമാഅത്തയുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ടെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. UDFന് പരസ്യമായ പിന്തുണ ജമാഅത്തെയും വെൽഫെയർ പാർട്ടികളും പ്രഖ്യാപിക്കാത്ത സമയത്ത് പോലും മുരളീധരൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിച്ചു എന്ന വെളിപ്പെടുത്തലാണ് വിവാദമാകുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇടതുപക്ഷം നിരന്തരം കോൺഗ്രസും ജമാഅത്തെയും തമ്മിലുള്ള ബന്ധമുയർത്തുന്നു. ജമാഅത്തെ തീവ്രവാദ സംഘടനയാണ് എന്ന രീതിയിൽ ആക്ഷേപമുയർത്തുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അനാവശ്യമായ ഒരു പ്രസ്താവന കെ മുരളീധരൻ നടത്തിയെന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കെ മുരളീധരൻ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവനകൾ നിരന്തരം ഉയർത്തുന്നുണ്ട്. LDFന് അനുകൂലമായ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ആരോപണങ്ങൾ മുരളീധരൻ ഉയർത്തുന്നു എന്ന വിലയിരുത്തലിലാണ് UDF ഇപ്പോൾ ഉള്ളത്. KPCC യോഗത്തിലും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുമടക്കം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധമുള്ള പരസ്യ പ്രസ്താവനകൾ വരുന്നുവെന്നതാണ് മുരളീധരനെതിരെയുള്ള പ്രധാന വിമർശനമായി വരിക. എന്നാൽ ഇന്നലെ കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിനെന്ന കെ മുരളീധരന്റെ പ്രസ്താവന തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ LDFനാണെന്നും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4-5 സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തുവെന്നും VD സതീശൻ പറഞ്ഞു. ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് പിണറായി വിജയൻ വീരവാദം മുഴക്കിയപ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് ആകെ 1-2 പേരെ ജയിച്ചേക്കണത്. അതൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാളും വന്ന് നിഷേധിച്ചില്ലല്ലോ. 2019 വരെ ജമാഅത്ത് ഇസ്ലാമി ഒരു കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മത്സരിച്ച ഏകദേശം എല്ലാ തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അപ്പോൾ ഒക്കെ അവരത്താണ് മതേതരവാദികൾ, ഇപ്പോൾ വർഗീയവാദികൾ. അങ്ങനെ CPM പറഞ്ഞതനുസരിച്ച് അഭിപ്രായം മാറ്റേണ്ട ആവശ്യം എന്താ? ഞങ്ങളുടെ നിലപാട് ഞാൻ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല. ആരാണ് വർഗീയവാദം പറയുന്നത്? ഏത് സമുദായത്തിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ആൾ വർഗീയവാദം പറഞ്ഞാലും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. മാറിയിക്കില്ല, മിണ്ടാതെ നിൽക്കില്ല. ഞങ്ങൾ വർഗീയവാദം ആര് പറഞ്ഞാലും, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും, ഏത് വർഗീയ ശക്തി ശ്രമിച്ചാലും ഞങ്ങൾ അതിനെ നിഷ്പക്ഷമായി തന്നെ അതിനെ ചോദ്യം ചെയ്യും. ഒരു തരത്തിൽ ആര് വർഗീയവാദം കേരളത്തിൽ നടത്തിയാലും പ്രോത്സാഹിപ്പിക്കും. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി ഞങ്ങൾ അവർക്കെതിരാണ് ഇവർക്കെതിരാണ് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ, പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ നേരം വിളിക്കുമ്പോൾ CPMൻ്റെ ഒരു അജണ്ട വെച്ചുകൊണ്ട് എല്ലാ ചോദ്യത്തിനും എല്ലാ ദിവസവും രാവിലെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. അധികാരം കിട്ടാൻ വേണ്ടിയിട്ടോ ജയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഒരു കോംപ്രമൈസും ഞങ്ങൾ ചെയ്യില്ല. കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ അത് ചെയ്തവരാണ് ഞങ്ങളെന്ന് നിങ്ങൾക്കറിയാം. ഇനിയും അതിൻ്റെ അകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഏത് ഭൂരിപക്ഷ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതാണ് CPMൻ്റെ അജണ്ട. ആ അജണ്ടയാക്കി എണിയായിട്ട് തന്നെത്താനെ ഇരുന്നാൽ മതി, തന്നെത്താനെ അതിൻ്റെ അകത്ത് വീണോളും. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്, ഒരുമിച്ച് എത്രയോ പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഈ തൊട്ട് മുമ്പുള്ള അമീറായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. ആർക്കറിയാൻ പാടാത്ത കേരളത്തിൽ ആ ആസ്ഥാനത്ത് പോയിട്ടുണ്ടല്ലോ. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലില്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്? ഒന്നും വായിച്ചിട്ടില്ലല്ലേ? ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും അതിൻ്റെ എഡിറ്റോറിയൽ പേജിലുള്ള സംഭവമുണ്ട്. ഏത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ CPMന് പിന്തുണ കൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട്. ഇത് എന്നിട്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ കേരളമല്ലേ, ഇത് ആളുകൾക്ക് ഇതെല്ലാം കയ്യിലിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ നമ്മളെന്തിനാ അതിൻ്റെ പുറകെ പോകണം? അല്ല, തീർച്ചയായിട്ടും എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാമല്ലോ. അതിനെന്താ? തീർച്ചയായിട്ടും അതെനിക്കറിയില്ല, അതെനിക്കറിയത്തില്ല. അതറിയില്ല. എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാം. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും ഞങ്ങളങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തില്ല.
ഔദ്യോഗികമല്ലെങ്കിലും കോൺഗ്രസിൽ 2026 മുഖ്യമന്ത്രി ആരെന്നതിനെ ചൊല്ലി ഇപ്പോഴും ചർച്ച ആരംഭിച്ച ദിവസങ്ങളാണത്. അതിനിടയിലാണ് പാർട്ടിയെ ആകെ വെട്ടിലാക്കിക്കൊണ്ട് കെ മുരളീധരന്റെ പുതിയ പരാമർശം. 2016 വട്ടിയൂർക്കാവിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നു. 2019 മുതൽ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്നുവെന്നും കോൺഗ്രസിനെയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുടെ പേരിൽ കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം മുതൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വയനാട്ടിലെ വിജയം വരെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊണ്ട് എന്നതായിരുന്നു CPMന്റെ പ്രചാരണം. CPMന് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരികെ എത്തിക്കാനുള്ള CPIMന്റെ ശ്രമം എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ പ്രതിരോധം. VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഒപ്പം കോൺഗ്രസിനെയും ഒരുപോലെ പ്രതിരോധത്തിൽ ആക്കുന്നതാണ് ഇപ്പോൾ കെ മുരളീധരന്റെ പ്രതികരണം. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ മുരളീധരന്റെ പരാമർശം പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കും.